ഹായ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് അമ്പലത്തിലോട്ട് പോവാം. ഇവിടെ പറവൂര് കണ്ണംകുളങ്ങര അമ്പലത്തിൽ പോവാണ്. നാളെ അഷ്ടമി രോഹിണിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാൽപ്പായസത്തിന് വഴിപാട് കഴിക്കാനുണ്ട്. നമ്മൾ പോയി വഴിപാടൊക്കെ കഴിക്കാനായിട്ട് റെസീപ്റ്റ് എടുക്കണം. നേരത്തെ എടുത്ത് വെച്ചില്ലെങ്കിൽ നാളത്തേക്ക് തിരക്കാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോവാം. നമുക്ക് അമ്പലത്തിൽ പോയാലോ? വാ ഗായ്സ്, നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഫ്രണ്ടിൽ കാണാണ് അമ്പലം. നമുക്ക് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ട് നടന്നുകൊണ്ടിരിക്കുക. അമ്പലം അടച്ചിട്ടോന്ന് അറിയാൻ പാടില്ല. വേഗം പോയിട്ട് നോക്കാം. നമുക്ക് നല്ല വെയിലാണ് ഗൈസ്. നമ്മൾ അമ്പലത്തിലെത്തി. ഇനി തൊഴുതിട്ട് കാണാം. നമ്മളങ്ങനെ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞു. ഇറങ്ങുന്നു. അപ്പോൾ നാളത്തേക്ക് പാൽപ്പായസത്തിനുള്ള ചീട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങാണ് ഗൈസ്. നമുക്കപ്പം അഷ്ടമി രോഹിണിയാണ് ഗൈസ്. അതെ, അഷ്ടമി രോഹിണിയാണ്. അപ്പം നാളത്തേക്കപ്പം നല്ല തിരക്കാവും ഗൈസ്. അപ്പോൾ അത് കാരണം നമ്മൾ ഇന്ന് വന്ന് പാൽപ്പായസത്തിൻ്റെ ചീട്ടെടുത്ത് വെച്ചാൽ നാളെ നമുക്ക് നേരെ പോയി തൊഴുത് വാങ്ങിച്ചാൽ മതിയല്ലോ. അതാണ് അപ്പം നേരത്തെ വന്നത്. നല്ല തിരക്കുണ്ട് അമ്പലത്തിനകത്ത്. ആണ് നമ്മൾ വീഡിയോ എടുക്കാൻ. നമ്മൾ ചീട്ട് എഴുതിക്കണമൊന്നും എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചെറിയ പരിപാടി കൂടി ഉണ്ട്. അതിനും കൂടി പോയിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. നമുക്ക് ഇറങ്ങിയാലോ? അളവൊക്കെ എടുത്ത് ഫുൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കിച്ചണിൽ ഇറങ്ങാം. ഇനിയിപ്പോൾ നമുക്ക് അമ്മയുടെ ഓഫീസിലൊന്ന് കയറണം. അവിടെ അഖിലേഷ് ചേട്ടൻ വന്നിരിപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് നമുക്ക് ഇവിടെ വേറൊരാളുണ്ട് ഗായ്സ്. കണ്ടതല്ലേ നിങ്ങൾ ഓണം ബ്ലോഗിൽ? അതെ, തന്ന ഒരാളാണ്. അതെ, നാളെ പിറന്നാളാ കേസ്. അഖിലേഷ് ചേട്ടനെ എല്ലാരും വിഷ് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതെ, രോഹിണിയാണ് കേസ്. ചെറിയൊരു കോഴിയാണ് എന്നാണ് പറഞ്ഞു തരുന്നത്. ഇല്ല, കോഴിയല്ലോ. അയലോട്ടൊന്നും കടന്നിട്ടില്ല. രോഹിണിയാണ്. അഷ്ടമി രോഹിണിയുടെ അന്ന് പിറന്നാള് വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആ, പറഞ്ഞോ. എന്താ എനിക്കറിയില്ല. അമ്മയ്ക്ക് അറിയോ? അതെ, ഈ വർഷത്തെ ഇതിന് ഭയങ്കര പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാല്, അല്ല, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അഷ്ടമി രോഹിണിയുടെ അന്ന് എന്റെ പിറന്നാൾ വന്നത്. അല്ലെങ്കിൽ ഈ രോഹിണിയുടെ അല്ലെങ്കിൽ തലേദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസമൊക്കെ വരാറ്. എന്തോ അങ്ങോട്ട് ഇങ്ങോട്ട് ചെറിയ വ്യത്യാസം. അതാണ് പ്ലാനിങ് ആയിരുന്നല്ലോ. നേരത്തെ തുടങ്ങി സംശയമുണ്ടായി. നേരത്തെ തുടങ്ങിയ ഇങ്ങനെ മൊത്തത്തിൽ പ്ലാനിങ് ആയിരുന്നല്ലോ. ഗൈസ്, അങ്ങനെ അഖിലേഷിട്ട് നമ്മളെ ചെലവ് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബർഗറൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഫുഡൊക്കെ കഴിച്ചു, ബർഗറൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ അങ്ങ് ഫുള്ളായി. അപ്പോൾ നമ്മൾ ചിലവൊക്കെ കിട്ടി, ബർഗറൊക്കെ കഴിച്ച്. ശരിക്കും അമ്പലത്തിൽ പോകുന്നൊരു വ്ളോഗ് എന്നുള്ള രീതിക്കാണ് നമ്മൾ എടുത്തത്. പക്ഷേ
അമ്പലത്തിൻ്റെ ഒന്നും ഫുട്ടേജസ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. പുറമില്ല, അകത്ത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അമ്പലത്തിൻ്റെ ഒന്നും കാണിക്കാൻ. പിന്നെ നമുക്കിന്ന് മെയിനായിട്ട് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോലും മാത്രമല്ല, ഇന്ന് മറ്റേ മെഷർമെൻറ്റ് എടുക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുട്ടേജസ് കുറച്ച് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെടുക്കാൻ പോയി, മെഷർമെൻറ്റൊക്കെ എടുത്തു. ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ ട്രയൽ ചെയ്ത് നോക്കി. നമ്മൾ ഒന്നും വർക്കൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷെ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കി, ട്രയൽ ചെയ്ത് നോക്കി. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് എന്തോ അത് ആ കല്യാണത്തിന് കണ്ടാൽ മതി എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് അപ്പം കാണിക്കാം. ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഞാനത് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അന്ന് കാണാം. ഞാൻ പക്ഷെ ഭയങ്കര എക്സൈറ്റഡാണ്. എനിക്ക് ആ സാരി ബ്ലൗസൊക്കെ വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ലുക്ക് എന്നുള്ളത് ഏകദേശം ഇപ്പോഴേ എനിക്ക് മൈൻഡിലുണ്ട്. ഭയങ്കര എക്സൈറ്റഡാണ് ഞാനത് എടുക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. നല്ല വെയിലായിരുന്നു, ക്ഷീണിച്ചു ശരിക്കും പോയി വന്നപ്പോൾ. അങ്ങനെ ഇനിയിപ്പം പരിപാടി എന്ന് പറഞ്ഞാൽ തിരക്കുകൾ തുടങ്ങി. ഇനിയിപ്പം നമുക്ക് ഫ്രീ ഇല്ല. എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ പരിപാടി, മെയിൻലി വീക്ക് ഡേയ്സിൽ, അതായത് ഞായറാഴ്ചകളിൽ ഇനി ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ടൊരു ഞായർ പോലും ഇല്ല എന്ന് തന്നെ പറയണം. നമുക്ക് ഇനിയിപ്പം ഡ്രസ്സുകൾ നമ്മൾ കുത്താമ്പുള്ളിയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സുകൾ കൊടുക്കാനുണ്ട് കുറച്ച് പേർക്ക്. അപ്പോൾ അവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുകയൊക്കെ വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നേരത്തെ കൊടുക്കണം. ഇനിയിപ്പോൾ ഉള്ള ഞായറാഴ്ചകളിൽ അങ്ങനെ അത് കൊടുക്കാനായിട്ട് ഇറങ്ങും. പിന്നെ ഇനി ഇൻവൈറ്റ് ചെയ്യാനുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ പോയി ഇൻവൈറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം. പിന്നെ ഇതിന് മുമ്പ് അമ്പലത്തിലൊക്കെ പോയിട്ടൊന്ന് തൊഴണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസം, കറക്റ്റ് 2 മാസം എന്ന് പറയാനായിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ 2 മാസത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ, 8 ഞായറല്ല അപ്പോൾ വരിക, 8 ഞായറേ ആകെയുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഇത് തീർക്കണം ഇത് മുഴുവൻ. ഈ 8 ഞായറിലും 1-2 ഞായറൊക്കെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഫുള്ളൊന്നും കിട്ടില്ല. തിരക്കായി ശരിക്കും പറയാം. ഈ വർക്കിംഗ് ഡേയ്സിലെന്ന് പറഞ്ഞാൽ വീട്ടിലാരും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ പരിപാടികളൊന്നും നടക്കില്ല. ഞാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, അല്ലാണ്ടുള്ള പണികളൊന്നും നടക്കില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇങ്ങനെ പുതിയ അപ്ഡേറ്റ്സൊക്കെ ഞാനിങ്ങനെ തരാം നിങ്ങൾക്ക് ഓരോ വീഡിയോസിലൂടെ എന്തായി എന്നൊക്കെ ഉള്ളത്. അല്ലാതെ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് എടുക്കാനായിട്ടുള്ളതൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെറിയ കാര്യങ്ങളായിട്ടുള്ളതൊക്കെ നമുക്കങ്ങനെ എടുക്കാനുള്ള ഇല്ല. അതാണ് ഞാനിത് കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയണേ. ഇപ്പം ഞായറാഴ്ചകളിലൊക്കെ, പിന്നെയുള്ള ഞായറാഴ്ചകളിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കൊടുക്കലും ഇതൊക്കെ ആയിരിക്കും. നമുക്കപ്പോൾ എല്ലാം നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ തന്നെയാണ്. ശരിക്കും തിരക്കായി തുടങ്ങി. അങ്ങനെ പിന്നെന്താ, തിരക്കും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ 2 മാസം കൂടിയുള്ളൂ കല്യാണത്തിന്. ഭയങ്കര ഒരു ഇപ്പം അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറേ നാളുണ്ട് എന്ന് വിചാരിച്ചിരുന്നിട്ട് ഇപ്പം പെട്ടെന്ന് ആയപ്പോൾ എന്തോ ഒരു ഇത്. പക്ഷെ കൊള്ളാം, നല്ലൊരു ഫീലിംഗാണ്, കൊള്ളാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം, നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യാനുള്ള എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.